റിലേഷൻഷിപ്പിൽ അണ്ടർസ്റ്റാൻഡിംഗ് വരണമെങ്കിൽ 6 തരം കോൺവെർസേഷൻ ഉറപ്പായും നടന്നിരിക്കണം. ആദ്യത്തേത് കമ്മിറ്റ്മെന്റ് സ്റ്റൈലാണ്. ഏത് തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെന്റ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് തുടങ്ങിയവ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുക. നമ്പർ 2 കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ആണ്. എങ്ങനെയാണ് വഴക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പരിഹരിക്കേണ്ടത്, തനിക്ക് എത്ര സമയമാണ് വഴക്കിൽ നിന്ന് അല്ലെങ്കിൽ അതൊന്ന് റിസോൾവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്നത്, ഒന്ന് കാം ആകാൻ വേണ്ടി വരുന്നത്, ഇതെല്ലാം പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാ ട്രീറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയവയൊക്കെ പങ്കുവയ്ക്കുക. മൂന്നാമത്തേത് സെക്സ് ആൻഡ് ഇന്റിമസിയെ കുറിച്ചാണ്. അവിടെ നിങ്ങൾ കംഫർട്ടബിൾ ആകുന്നത്, അൺകംഫർട്ടബിൾ ആകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും പങ്കുവെക്കാനായിട്ട് സാധിച്ചിരിക്കണം. ഇൻസെക്യൂരിറ്റീസ്, എക്സ്പെക്ടേഷൻ ഒക്കെയും പങ്കുവച്ചിരിക്കണം. നാലാമത്തത് ഫാമിലിയെ കുറിച്ച് പരസ്പരം പറഞ്ഞിരിക്കണം. ഇൻലോസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫാമിലി വാല്യൂ എന്താ, ഫാമിലി ട്രഡീഷൻ എന്താ, ഇതെല്ലാം പറയണം. കൂടാതെ നിങ്ങളായിട്ട് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ പങ്കുവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞു വേണോ, അല്ലെങ്കിൽ അവിടെ എങ്ങനെയുള്ള പാരന്റിങ് സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇഷ്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും. അഞ്ചാമത്തേത് ഫിനാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ കാശിനെ കുറിച്ചുള്ള കാര്യമാണ്. അവിടെ നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എത്രമാത്രം കാശാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ട്രാൻസ്പെറന്റ് നേച്ചർ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ ഉറപ്പായും പറഞ്ഞിരിക്കാം. ആറാമത്തേത് നിങ്ങളുടെ ബിലീഫും ഡ്രീമും വാല്യൂസും ഒക്കെ പരസ്പരം പങ്കുവച്ചിരിക്കണം. നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്താ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താ, നിങ്ങളുടെ മൂല്യങ്ങൾ എന്താ, ഇങ്ങനെയുള്ള 6 തരം കോൺവെർസേഷൻസ് ഓരോ കപ്പിളിനും ഇടയിൽ നടന്നിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ബെറ്റർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും കിട്ടുക. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ അത് ഓരോ തവണയും വഴക്കടിക്കാനുള്ള കാരണങ്ങളായി മാത്രമേ മാറുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്ഫർ ടു ഇൻസ്പയർ.